ഇന്ന് നമ്മളെ കുട്ടിപ്പട്ടാളത്തിന്റെ ന്യൂ ഇയർ ഫ്രണ്ട് ആരാൻ തീരുമാനിക്കുന്ന ദിവസം കേട്ടോ. ഇതിൽ നിന്ന് കിട്ടുന്ന പേരാരാണോ ഓലാണ് ന്യൂ ഇയർ ഫ്രണ്ട്. കിട്ടിയ ഫ്രണ്ട് ആരാണോ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കലാണ് ചടങ്ങ്. അങ്ങനെ നമ്മുടെ പാത്തൂനും കിട്ടി ഒരു പുതിയ ഫ്രണ്ടിനെ. ഇവരെ ഗിഫ്റ്റ് കൊടുക്കൽ കാണുമ്പോൾ ഇവരെ മുഖത്തുള്ള എക്സ്പ്രഷനെ കാണുമ്പോൾ ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് പിരിയാണോ എന്ന് തോന്നിപ്പോയിട്ടോ. അങ്ങനെ പാത്തൂന് തിരിച്ചും കിട്ടിയ ഒരു ഗിഫ്റ്റ് കിട്ടിയത് അറിഞ്ഞിട്ടില്ല. അപ്പോക്കും ഏട്ടത്തി കിട്ടിയതൊക്കെ എനിക്കും അവകാശപ്പെട്ടാന്ന് പറഞ്ഞ് നെസ് അത് കൈക്കലാക്കിട്ടോ. അൺബോക്സിംഗ് തുടങ്ങി. പാവം പാത്തു ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിന്റെ അൺബോക്സിംഗ് കഴിഞ്ഞിട്ട് ഇത് ഏത് രീതിയിലാണ് ഓക്ക് തിരിച്ചു കിട്ടുക പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. ഇതിലാണ് ഈ 2-3 ഐറ്റംസും ഉണ്ട്. പിന്നെ ഇതാണ് സർഫുന്നീസ ടീച്ചർ കേട്ടോ. ഞങ്ങളൊക്കെ ടീച്ചറുടെ ഇപ്പൊ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അന്ധകാലത്തെ ഞങ്ങളുടെ ഒരു പോറ്റമ്മ എന്ന് തന്നെ പറയാം. അങ്ങനെ ഗിഫ്റ്റിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി കേക്ക് കട്ടിങ് തുടങ്ങി. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഓരോരുത്തരെ നിന്ന് തോണ്ടി തിന്നലൊക്കെ തുടങ്ങി. കൃത്യ അളവിൽ കട്ട് ചെയ്ത ഓരോ പീസുകളും ഓരോ ബൗളിലിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ക്യൂല് മുമ്പന്തി തന്നെ പോയിട്ട് കേക്ക് കയ്യിലാക്കിയിട്ട് കഴിവ് തെളിയിച്ചിട്ടോ നമ്മളെ നെസ. പൂർവ്വ വിദ്യാർത്ഥിയായി എനിക്കും കിട്ടിയ ഒരു പീസ്. ഞങ്ങ ബംഗാക്കോട സാധാ കൃഷി കുടുംബ വെള്ള ഞങ്ങ കൃഷി വീട് കാലി ഒലിവായി ജീവി മാർഗല്ലേ. കേക്ക് കട്ട് ചെയ്യണ കത്തി വരെ ഞങ്ങൾ വെറുതെ വിടൂല കേട്ടോ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല, റൂട്ട് മാറ്റാം. അടുത്തതായിട്ട് പാത്തൂന് പാല് കിട്ടിട്ടോ. അതും ടെസ്റ്റ് ചെയ്യണ നെസ് തന്നെയാണ്. എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങ് തന്നാ മതി. 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് പറയും. ഞാൻ ആരോ ഏട്ടാ ഇത്രയും വലിയൊരാളുടെ മോൻ. ഇത് കാണുമ്പോ എനിക്ക് തോന്നി പാത്തൂനെ പെട്ടെന്ന് സ്കൂളിൽ വിട്ടിട്ട് നെസനെ പെട്ടെന്ന് ഇവിടെ ചേർത്തിയാലോ, എന്നാലേ ഇതൊക്കെ മുതലാവുള്ളൂ.